AS2 വാല്യുവേഷൻ ഓഫ് ഇൻവെൻ്ററി. ഈ ഒരു AS സിമ്പിളായിട്ടുള്ളൊരു AS ആണ്. ഇതുവരെ ഈ AS ആരെങ്കിലും നോക്കാത്തവരാണെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് കണ്ടു കഴിഞ്ഞാൽ ഈ ഒരു ASന്ന് വരുന്ന ക്വസ്റ്റ്യന് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ കഴിയും. ഇനി ആൾറെഡി കണ്ടവരാണെങ്കിൽ ഇതൊരു റിവിഷൻ വീഡിയോ ആവും. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഈ ഒരു AS എന്താ പറയണതെന്ന് എൻ്റെതായ നോട്ട് വെച്ചിട്ട് നിങ്ങൾക്ക് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരും. എന്നതിന് ശേഷം സ്റ്റഡി മെറ്റീരിയലിൽ വരുന്ന എല്ലാ പ്രോബ്ലംസും നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഇൻവെൻ്ററി എന്ന് പറഞ്ഞാൽ 3 ടൈപ്സ് ഓഫ് ഇൻവെൻ്ററി ഉണ്ട്. ഫിനിഷ്ഡ് ഗുഡ്സ്, WIP, റോ മെറ്റീരിയൽ. കോസ്റ്റിങ്ങിൽ ഒന്നും പാടി ഡീറ്റെയിൽ ആയിട്ട് നമുക്കറിയാം, കോസ്റ്റിംഗ് പഠിക്കുന്നുണ്ട്. അപ്പം ഫിനിഷ്ഡ് ഗുഡ്സും WIP ഫസ്റ്റ് എങ്ങനെ വാല്യൂ ചെയ്യാമെന്ന് ആദ്യം നോക്കാം. ഇൻവെൻ്ററി വാല്യൂഡ് അറ്റ് കോസ്റ്റ് ഓർ NRV വിച്ചെവർ ഈസ് ലോവർ ആണ്. കോസ്റ്റ് ഓർ NRV വിച്ചെവർ ഈസ് ലോവർ. അപ്പോൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾ ആൻസർ ചെയ്യേണ്ടി വരും. ആദ്യം ആസ് പെർ AS2 റിവൈസ്ഡ് ഇൻവെൻ്ററി വാല്യൂഡ് അറ്റ് കോസ്റ്റ് ഓർ NRV വിച്ചെവർ ഈസ് ലോവർ എന്ന്. ഇനി കോസ്റ്റ് NRV എന്ന് പറഞ്ഞാൽ നെറ്റ് റിയലൈസബിൾ വാല്യൂ. വേറൊരു കാര്യം, നിങ്ങൾ ഈ ഒരു നോട്ട് വെച്ചിട്ട് ഈ ഒരു AS ടഫായിട്ട് കാണരുത്. നോട്ട് ഞാൻ ജസ്റ്റ് എന്തൊക്കെ പറയണമെന്നുള്ള ഓവറോളൊരു ഐഡിയ തരികയാണ്. ഇത് കഴിഞ്ഞാൽ നേരിട്ട് നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സിമ്പിളായിട്ട് തോന്നിയ AS. അപ്പം അതുവരെയൊക്കെ ചിന്തിക്കുക. ഇപ്പോൾ കോസ്റ്റ് എന്താണ്? എല്ലാ കാര്യങ്ങളും കോസ്റ്റിൽ ഇൻക്ലൂഡ് ആയിട്ടില്ല. അപ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് കോസ്റ്റിൽ എക്സ്ക്ലൂഡ് ആയിട്ട് നിൽക്കുന്നത്? അപ്പോൾ രണ്ടാമത്തെ പോയിൻ്റ് എക്സ്ക്ലൂഷൻ ഫ്രം ദ കോസ്റ്റ് ഓഫ് ഇൻവെൻ്ററി. ഇത് നിങ്ങൾ ഇതേമാതിരി പഠിച്ചു കേട്ടോ. ഈ ഒരു 4 പോയിൻ്റ് കോസ്റ്റ് ഓഫ് ഇൻവെൻ്ററിയിൽ നിന്ന് എക്സ്ക്ലൂഡ് ചെയ്യുന്ന കാര്യങ്ങൾ. ഒന്ന് അബ്നോർമൽ ലോസ്, അതാണ് അബ്നോർമൽ എമൗണ്ട് ഓഫ് വേസ്റ്റഡ് മെറ്റീരിയൽ, ലേബർ, അതർ പ്രൊഡക്ഷന്. ഈ ഒരു പോയിൻ്റ് വെച്ചിട്ട് 2 പ്രോബ്ലം സ്റ്റഡി മെറ്റീരിയലിൽ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പോയിൻ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ കാണാം. അബ്നോർമൽ ലോസ് ഇപ്പം നമ്മൾ കോസ്റ്റിങ്ങിൽ വീഡിയോ ചെയ്തതിൽ പ്രോസസ് കോസ്റ്റിൽ ഇങ്ങനെ ഒരു സെയിം സംഗതിയുണ്ട്. പ്രോസസ് കോസ്റ്റിലുണ്ടല്ലോ നോർമൽ അബ്നോർമൽ മെറ്റീരിയൽ, അതേ കൺസെപ്റ്റ് തന്നെ ഇതിൽ വീഡിയോ കണ്ടതിന് കിട്ടും. സ്റ്റോറേജ് കോസ്റ്റ്, രണ്ടാമത് സ്റ്റോറേജ് കോസ്റ്റ് നോട്ട് നെസസറി ഫോർ പ്രൊഡക്ഷൻ പ്രോസസ്സ്. പ്രൊഡക്ഷൻ പ്രോസസ്സിന് സ്റ്റോറേജ് കോസ്റ്റ് നെസസറി അല്ല പ്രൊഡക്ഷൻ പ്രോസസ്സിന്. അപ്പം അങ്ങനത്തെ സ്റ്റോറേജ് കോസ്റ്റ് ആണെങ്കിൽ അത് എക്സ്ക്ലൂഡഡ് ആണ്. ചിലപ്പോൾ MCQലൊക്കെ ഇങ്ങനത്തെ ഏതെങ്കിലും 4 നിന്നിട്ട് ചോദിക്കുകയാണെങ്കിൽ 2 മാർക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാം. പിന്നെ മൂന്നാമത് അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ്. അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ് നോട്ട് കോൺട്രിബ്യൂട്ട് ടു ബ്രിങ് ദ ഇൻവെൻ്ററി പ്രസൻറ്റ് ലൊക്കേഷൻ ആൻഡ് കണ്ടീഷന്. ഇതെല്ലാം നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവും. നാലാമത് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ്. അപ്പോൾ ഇത്രയും 4 പോയിൻ്റാണ് കോസ്റ്റ് ഓഫ് ഇൻവെൻ്ററിയിൽ നിന്ന് എക്സ്ക്ലൂഡ് ആയിട്ട് നിൽക്കുന്നത്. പിന്നെ നോർമലി കോസ്റ്റ് ക്വസ്റ്റ്യനിൽ തരും. ഇനി മൂന്നാമതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് എസ്റ്റിമേഷൻ ഓഫ് ഇൻവെൻ്ററി. ഈ ഒരു എസ്റ്റിമേഷൻ ഓഫ് NRV നെറ്റ് റിയലൈസബിൾ വാല്യൂ. അപ്പോൾ ഈ ഒരു എസ്റ്റിമേഷൻ ഓഫ് NRV ഇത് നല്ലവണ്ണം ഗ്രിപ്പ് വേണം. ഈ NRV എങ്ങനെയാണ് ഓരോന്ന് ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ എങ്ങനെയാണ് ഐഡൻറ്റിഫൈ ചെയ്യാമെന്നും WIPൻ്റെ എങ്ങനെയാണെന്നും. അപ്പോൾ ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ ആണെങ്കിൽ എക്സ്പെക്റ്റഡ് സെല്ലിംഗ് പ്രൈസ് ലെസ് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസ്. ഇത് ആദ്യം മൈൻഡിൽ സെറ്റ് ചെയ്യുക. ഇതാണ് ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ. ഇനി WIPൻ്റെ NRV കാണുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ NRV കണ്ടില്ലേ, അതിൽ നിന്ന് നേരെ എന്ത് മൈനസ് ചെയ്യുക?
കോസ്റ്റ് ടു കംപ്ലീറ്റ്. WIP പറഞ്ഞാൽ വർക്ക് ഇൻ പ്രോസസ് അല്ലേ, ഇനി കംപ്ലീറ്റ് ചെയ്യാനല്ലേ. കംപ്ലീറ്റ് ഇനി WIPയിൽ നിന്ന് ഫിനിഷ്ഡ് ഗുഡ്സിലേക്ക് എത്തുന്ന ആ ഒരു കോസ്റ്റ് ഇല്ലേ, കോസ്റ്റ് ടു കംപ്ലീറ്റ്, ആ കോസ്റ്റ് മൈനസ് ചെയ്യാം. അപ്പോൾ NRV കിട്ടും. എന്ന് പറഞ്ഞാൽ ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ നമ്മൾ എക്സ്പെക്റ്റഡ് സെല്ലിംഗ് പ്രൈസ് ലെസ് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസ്, അതിൽ നിന്ന് കോസ്റ്റ് ടു കംപ്ലീറ്റ്, അപ്പോൾ WIPൻ്റെ NRV കിട്ടും. WIPൻ്റെ വരുമ്പോൾ ഇങ്ങനെ വരും, ഈ ഒരു നീളം മൊത്തം 3. ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ വരുമ്പോൾ എക്സ്പെക്റ്റഡ് സെല്ലിംഗ് പ്രൈസ് ലെസ് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ പ്രോസസ്. ഇവിടെ കംപ്ലീറ്റ് കോസ്റ്റ് അല്ല, കോസ്റ്റ് കംപ്ലീറ്റ് വേണ്ടല്ലോ, ഫിനിഷ്ഡ് ഗുഡ്സ് തന്നെ കംപ്ലീറ്റ് ആയതല്ലേ, ഇനി കംപ്ലീറ്റ് ചെയ്യാനില്ല. അപ്പോൾ ഇതാണ് NRV ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ആൻഡ് WIP. അപ്പോൾ കോസ്റ്റ് നമ്മൾ കണ്ടെത്തി, NRVയും കണ്ടെത്തി. വാല്യൂ ചെയ്യൽ എങ്ങനെ, ഫിനിഷ്ഡ് ഗുഡ്സും WIPയും വാല്യൂ ചെയ്യൽ ഇൻവെൻ്ററി അല്ല, കോസ്റ്റ് ഓർ NRV വിച്ച് ആർ ഈസ് ലോവർ അല്ലേ. അപ്പോൾ ഇതാണ് ഫിനിഷ്ഡ് ഗുഡ്സും WIPയും വാല്യൂ ചെയ്യണത്. ഇനി മൂന്നാമതായിട്ട് ഇൻവെൻ്ററിയിൽ ഏതാ വരിക, നമ്മൾ വാല്യുവേഷൻ ഓഫ് റോ മെറ്റീരിയൽ. ഞാൻ ഒരുപാട് ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് ആയിട്ടുള്ളൂ ഇങ്ങനെയൊക്കെ നോട്ട് ഉണ്ടാക്കണേ. അപ്പോൾ വാല്യുവേഷൻ ഓഫ് റോ മെറ്റീരിയൽ വാല്യൂ ചെയ്യുമ്പോൾ നിങ്ങൾ ആദ്യം നോക്കേണ്ടത് ഫിനിഷ്ഡ് ഗുഡ്സ് ആയിട്ട് കണക്റ്റ് ആണെന്ന് മൈൻഡ് സെറ്റ് ചെയ്യാം. റോ മെറ്റീരിയൽ വാല്യൂ ചെയ്യുമ്പോൾ ഫിനിഷ്ഡ് ഗുഡ്സ് ആയിട്ട് കണക്റ്റ് ചെയ്തിട്ടാണെന്ന് ആദ്യം മൈൻഡ് സെറ്റ് ചെയ്യാം. അപ്പോൾ റോ മെറ്റീരിയൽ വാല്യൂ ചെയ്യുമ്പോൾ ഫസ്റ്റ് റോ മെറ്റീരിയലിൻ്റെ 2 കണ്ടീഷൻ, അതിൽ ഫിനിഷ്ഡ് ഗുഡ്സ് അറ്റ് കോസ്റ്റ് ഓർ എബോവ് കോസ്റ്റ്. ഫിനിഷ്ഡ് ഗുഡ്സ് വാല്യൂ ചെയ്തത് കോസ്റ്റ് ഓർ എബോവ് കോസ്റ്റ് ആണ്, അറ്റ് ഓർ എബോവ് കോസ്റ്റ് ആണെങ്കിൽ റോ മെറ്റീരിയൽ കോസ്റ്റിൽ. ഇനി ഫിനിഷ്ഡ് ഗുഡ്സ് ലെസ് ദാൻ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ NRVയിലാണെങ്കിൽ എന്താണോ റീപ്ലേസ്മെൻറ്റ് കോസ്റ്റ്. ഇതൊരു വേറൊരു വേർഡ് കിട്ടും, റീപ്ലേസ്മെൻറ്റ് കോസ്റ്റ്. അപ്പം ഫിനിഷ്ഡ് ഗുഡ്സ് കോസ്റ്റ് ഓർ എബോവ് കോസ്റ്റിലാണെങ്കിൽ എന്താവും, റോ മെറ്റീരിയൽ കോസ്റ്റിൽ വാല്യൂ ചെയ്യും. ഇനി അതർ കേസ് ആണെങ്കിലോ റീപ്ലേസ്മെൻറ്റ് കോസ്റ്റ്. അപ്പോൾ അതർ കേസ് വരുമ്പോൾ ഫിനിഷ്ഡ് ഗുഡ്സ് NRVയിലല്ലേ വരിക വാല്യൂ ചെയ്യുക. NRVയിലാണെന്നുണ്ടെങ്കിൽ റീപ്ലേസ്മെൻറ്റ് കോസ്റ്റ്, NRV റീപ്ലേസ്മെൻറ്റ് കോസ്റ്റിൽ കോസ്റ്റ് തന്നെ. ഇനി നേരിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഒരുപാട്. Illustration 1. The company deals in 3 products A, B and C which are neither similar nor interchangeable. At the time of closing of its account for the year 2021-22, the historical cost and net realizable value of the items of closing stock are determined as follow. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞത് 3 പ്രൊഡക്ട്സ് ഉണ്ട്. അപ്പോൾ ഇത് ഫിനിഷ്ഡ് സ്റ്റോക്ക് ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യണോ. WIP ആണെങ്കിലും റോ മെറ്റീരിയൽ ആണെങ്കിലും ക്വസ്റ്റ്യനിൽ പറയും വിച്ച് നൈദർ സിമിലർ ഓർ ഇന്റർചാഞ്ചബിൾ അറ്റ് ദ ടൈം ഓഫ് ക്ലോസിംഗ് ഓഫ് ഇറ്റ്സ് അക്കൗണ്ട് ഫോർ ദി ഇയർ 2021-22. പിന്നെ ക്വസ്റ്റ്യനിൽ എന്താ പറയുന്നത്, ഹിസ്റ്റോറിക്കൽ ഓരോ പ്രൊഡക്റ്റിൻ്റെയും ഹിസ്റ്റോറിക്കൽ കോസ്റ്റും NRVയും തന്നാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യണം, വാല്യൂ ചെയ്യുക, വാല്യൂ ഓഫ് ക്ലോസിംഗ് സ്റ്റോക്ക്. അപ്പം ഫിനിഷ്ഡ് സ്റ്റോക്ക് വാല്യൂ ചെയ്യുമ്പോൾ എങ്ങനെ, കോസ്റ്റ് ഓർ NRV വിച്ച് എവർ ഈസ് ലോവർ അല്ലേ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എങ്ങനെ, ഏതാണോ ലോവർ എടുക്കുക. നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുമ്പോൾ ഫസ്റ്റ് ആര് ആസ് എന്താ പറയണത് എന്ന് ആദ്യം എഴുതുക. ആസ് പെർ ആസ് ടു റിവൈസ്ഡ് ക്ലോസിംഗ് സ്റ്റോക്ക് ആർ വാല്യൂഡ് അറ്റ് കോസ്റ്റ് ഓർ NRV വിച്ച് ആർ ഈസ് ലോവർ എന്ന് എഴുതുക.
എന്നതിന് ശേഷം ഒരു പെട്ടിക്കോളം വരക്കുക. ഇതേ പെട്ടിക്കോളം തന്നെ അങ്ങോട്ട് ഇവിടെ ആയിട്ട് ക്ലോസിങ് സ്റ്റോക്ക് വാല്യൂ ചെയ്യുന്ന എമൗണ്ട് ഇടുക. ക്ലോസിങ് സ്റ്റോക്ക് വാല്യൂ മൂന്നാമതൊരു കോളം ഉണ്ടാക്കുക. എന്നിട്ട് കോസ്റ്റ് ഓർ NRV വിച്ച് ആർ ഈസ് ലോവർ അല്ലേ, കോസ്റ്റ് ഇതാണ്, NRV ഇതാണ്, അതിലേതാണ് ലോവർ എമൗണ്ട് വരുന്നത് അതായിരിക്കും ക്ലോസിങ് സ്റ്റോക്ക്. ഓരോ പ്രൊഡക്റ്റിൻ്റെയും വാല്യൂ അപ്പോൾ ഇവിടെ 28 ആണ് എ. ബീൻ്റെതോ, ബീൻ്റെ രണ്ടും സെയിം ആണ്, അപ്പോൾ 32 കൊടുക്കുക. സീൻ്റെത് കോസ്റ്റാണ് ലോവർ 16, അപ്പോൾ മൊത്തം കൂട്ടിയാൽ എത്ര വരും? 28 പ്ലസ് 32 60 പ്ലസ് 16 ക്ലോസിങ് സ്റ്റോക്ക് എത്രയായി? 76. ഇതാണ് ഇലൂസ്ട്രേഷൻ 1ൻ്റെ ആൻസർ. ഇങ്ങനെ ആൻസർ ചെയ്യുക. ഇനി ഇലൂസ്ട്രേഷൻ 2. എക്സ് കമ്പനി ലിമിറ്റഡ് പർച്ചേസ്ഡ് ഗുഡ്സ് അറ്റ് ദ കോസ്റ്റ് ഓഫ് 14 lakh in October 2021 till March 2022. 75% of stock were sold. Company want to disclose closing stock at 10 lakh. Expected sale value is 11 lakh and commission 10% on sale is payable to the agent. Advise what is the correct closing stock to be disclosed as at 31st March 2022. അപ്പോൾ എക്സ് ലിമിറ്റഡ് ഒരു ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്നത്, പർച്ചേസ് ഗുഡ്സ് അറ്റ് കോസ്റ്റ്, പർച്ചേസ് ചെയ്യുമ്പോൾ ഗുഡ്സിൻ്റെ കോസ്റ്റ് 14 lakh ആണ് ഒക്ടോബർ 2021 ടിൽ മാർച്ച് 2022. ആ 14 lakhൻ്റെ കോസ്റ്റ് വരുന്ന ഗുഡ്സിൽ 75% സോൾഡ് ചെയ്തിന്. ഇനി ബാക്കി എത്ര ഉണ്ടാവും? 10 lakh കോസ്റ്റ് വരുന്ന ഗുഡ്സ് എല്ലാം ഉണ്ടാവുക. റിമൈനിങ് ആയിട്ട് ക്ലോസിങ് സ്റ്റോക്ക് ആയിട്ട് നിൽക്കുന്നത്. നമ്മളോട് എന്താ പറഞ്ഞത്? വാല്യൂ ചെയ്യുക, ക്ലോസിങ് സ്റ്റോക്ക് വാല്യൂ ചെയ്യുക. അപ്പോൾ കോസ്റ്റ് നമുക്ക് കിട്ടി. ബാക്കി 14 lakhൻ്റെ സ്റ്റോക്കിൻ്റെ 75% സോൾഡ് ചെയ്തിന്. ഈ ബാക്കി 25% പറയുമ്പോൾ എത്ര വരും? 10 lakh അല്ലേ കോസ്റ്റ് ഓഫ് ക്ലോസിങ് സ്റ്റോക്ക്, കോസ്റ്റ് ഓഫ് ഗുഡ്സ്. ഇനി NRV അല്ല വേണ്ടത്. NRV ക്വസ്റ്റ്യനിൽ കാണാൻ വേണ്ടിയിട്ട് എക്സ്പെക്റ്റഡ് സെയിൽ വാല്യൂ കമ്മീഷന് വന്നത്. NRV ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ NRV ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് എന്താ? എക്സ്പെക്റ്റഡ് സെയിൽ വാല്യൂ മൈനസ് സെല്ലിങ് എക്സ്പെൻസ് അല്ലേ. അപ്പോൾ NRV എത്ര വരും? NRV വരുമ്പോൾ 11 lakh സെയിൽ വാല്യൂ, അതിൽ നിന്ന് 10% ഓഫ് 11 lakh എത്ര ആവും? 1,02,000 അല്ലേ. അപ്പോൾ ഇത് മൈനസ് ചെയ്യുമ്പോൾ ബാക്കി NRV എത്ര വരും? 9.9 lakh. ഇതാണ് NRV. ഇനി കോസ്റ്റ് നമ്മൾ ഫസ്റ്റ് കണ്ടെത്തി 10 lakh ആണ് വരിക. അപ്പോൾ വിച്ച് ആർ ഈസ് ലോവർ എത്ര വരും? ഏതായിരിക്കും ക്ലോസിങ് സ്റ്റോക്ക്? ക്ലോസിങ് സ്റ്റോക്ക് വാല്യൂഡ് അറ്റ് NRVയിലല്ലേ ക്ലോസിങ് സ്റ്റോക്ക് വാല്യൂ ചെയ്യുക. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇലൂസ്ട്രേഷൻ 3. ഇത് നോർമൽ അബ്നോർമൽ ലോസിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ എന്താ പറയുക വെച്ചാൽ, ഇന്ന പ്രൊഡക്ഷൻ പ്രോസസ് നോർമൽ വേസ്റ്റ് ഈസ് 5% ഓഫ് ഇൻപുട്ട്. ഇൻപുട്ട് എത്ര ക്വാണ്ടിറ്റിയാണ്? ഇൻപുട്ട് 5,000 ക്വാണ്ടിറ്റിയാണ്. 5,000 MT ഓഫ് ഇൻപുട്ട് വെർ പുട്ട് ഇൻ പ്രോസസ് റിസൾട്ട് ഇൻ വേസ്റ്റേജ് ഓഫ് 300 MT. 5,000 ഇൻപുട്ട് പ്രോസസ്സിങ്ങിന് ഇട്ട് അതിൽ വേസ്റ്റ് ആയിട്ട് എത്ര MT എന്ന്? 300 MT എന്ന് വേസ്റ്റ്. ആ 300
എം ടി ഓഫ് വേസ്റ്റിൽ എത്ര നോർമൽ ലോസ് ആയിട്ട് പറഞ്ഞത് ക്വസ്റ്റ്യനിൽ 5% ഓഫ് ഇൻപുട്ട് അല്ലേ, ടോട്ടൽ ഇൻപുട്ടിൻ്റെ 5%. എന്ന് പറഞ്ഞാൽ 5000 5% പറയുമ്പോൾ 250 MT അല്ലേ നോർമൽ വേസ്റ്റ് ആയിട്ട് വരുന്നത്. ബാക്കി 300 ബാക്കി കുറച്ചാൽ എത്ര MT പാടി ഉണ്ടാവും? 50 യൂണിറ്റ് എന്താണ്? അബ്നോർമൽ അല്ലേ, അബ്നോർമൽ വേസ്റ്റേജ്. അപ്പോൾ ഇത് ഈ ഒരു ക്വസ്റ്റ്യനിൽ ഫസ്റ്റ് നമ്മൾ മൈൻഡ് വെക്കുക. ഇതിങ്ങനെയാണ് വേസ്റ്റ് വരുന്നത്, നോർമലും അബ്നോർമലും ഉണ്ട്. ഇനി ബാക്കി ക്വസ്റ്റ്യനിൽ എന്താ പറയുന്നത്? കോസ്റ്റ് പെർ MT ഓഫ് ഇൻപുട്ട് ഈസ് 1000 ഒരു MTൻ്റെ കോസ്റ്റ് പറഞ്ഞാൽ 1000. ദ എൻറ്റയർ വേസ്റ്റ് ഈസ് ഓൺ സ്റ്റോക്ക് അറ്റ് ദ ഇയർ എൻഡ്. സ്റ്റേറ്റ് വിത്ത് റെഫറൻസ് ടു അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്. ഹൗ വിൽ യു വാല്യൂ ദ ഇൻവെൻ്ററി ഇൻ ദിസ് കേസ്? അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുക? ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുമ്പോൾ ഞാൻ ഫസ്റ്റ് ഈ ഒരു നോട്ട് കണ്ടില്ലല്ലോ. അപ്പോൾ ഈ ഒരു നോട്ടിൽ എക്സ്ക്ലൂഷൻ ഫ്രം കോസ്റ്റ് ഓഫ് ഇൻവെൻ്ററി പറഞ്ഞിട്ട് 4 പോയിൻ്റ് തന്നിന്. അതിൽ അബ്നോർമൽ എമൗണ്ട് ഓഫ് വേസ്റ്റ്, മെറ്റീരിയൽ, ലേബർ, അതർ പ്രൊഡക്ഷൻ. ഫസ്റ്റ് പോയിൻ്റ് തന്നെ ഈ ഒരു പോയിൻ്റ് വെച്ചിട്ട് തന്ന ക്വസ്റ്റ്യനാണിത്. അബ്നോർമൽ ലോസ് എന്താണ്? കോസ്റ്റ് ഓഫ് ഇൻവെൻ്ററിന്ന് എക്സ്ക്ലൂഷനാണ്. എക്സ്ക്ലൂഡഡ് ഫ്രം ദ കോസ്റ്റ് ഓഫ് ഇൻവെൻ്ററി. അപ്പോൾ ഈ ആസ് പെർ AS2 വെച്ചിട്ട് ഈ ഒരു പോയിൻ്റ് എഴുതുക. എന്നിട്ട് നേരെ വാല്യൂ ചെയ്യുക. അപ്പോൾ വാല്യൂ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നോർമൽ ലോസ് വാല്യൂ ചെയ്യണ്ട. നോർമൽ ലോസ് വാല്യൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സ്ക്രാപ്പ് ആണ്. അപ്പോൾ അതൊന്നും നോക്കണ്ട. അത് ഇപ്പോൾ കോസ്റ്റിങ്ങിൽ നമുക്ക് ഈ ഒരു ഇതേമാതിരത്തെ ക്വസ്റ്റ്യൻ ഉണ്ട് പ്രോസസ് കോസ്റ്റിൽ. ഇപ്പോൾ ഫസ്റ്റ് കോസ്റ്റ് പെർ യൂണിറ്റ് എത്രയെന്ന് കാണാം. കോസ്റ്റ് പെർ യൂണിറ്റ് എത്ര കാണുന്നുണ്ടെങ്കിൽ ടോട്ടൽ കോസ്റ്റ് 5000, ടോട്ടൽ 5000 ഇൻറ്റു ഒരു MTക്ക് എത്ര വരും? 1000 അല്ലേ. അപ്പോൾ ടോട്ടൽ എത്ര ഉണ്ട്? 50 ലാക്കാണ് വരുന്നത് അല്ലേ. 50 ലാക്ക്. 15 ലാക്ക്. അപ്പോൾ ഈ ഒരു 50 ലാക്കിൽ നിന്ന് കോസ്റ്റ് പെർ യൂണിറ്റ് വരുമ്പോൾ നോർമൽ ലോസ് ഡിഡക്റ്റ് ചെയ്യാം. അപ്പം ഡിനോമിനേറ്ററിൽ നോർമൽ ലോസ് ഡിഡക്റ്റ് ചെയ്തിട്ട് ബാക്കി എത്ര ഉണ്ടാവും? 5000 4750 യൂണിറ്റ് ഉണ്ടാവും. അപ്പോൾ ഇതാണ് കോസ്റ്റ് പെർ യൂണിറ്റ്. ഈ ഒരു വാല്യൂ ആയിരിക്കും കോസ്റ്റ് പെർ യൂണിറ്റ്. ഇതായിട്ട് അബ്നോർമൽ ലോസ് വാല്യൂ ചെയ്യുക. പിന്നെ ലാസ്റ്റ് എത്ര യൂണിറ്റ് ഉണ്ടാവും? ക്ലോസിംഗ് സ്റ്റോക്ക് എത്ര ആയിട്ട് വരുന്നുണ്ട്? ക്ലോസിംഗ് സ്റ്റോക്ക് നോർമലും അബ്നോർമലും കഴിഞ്ഞിട്ട് ബാക്കി 4700 ഉണ്ടാവും. പിന്നെ അബ്നോർമൽ ലോസ് 50 MT ഉണ്ടാവും. അപ്പോൾ ഇത്രയുള്ള ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. അപ്പോൾ ഇതേ സെയിം ക്വസ്റ്റ്യന് പ്രാക്ടിക്കൽ പ്രോബ്ലം ഉണ്ട്, ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോൾ അത് നോക്കുമ്പോൾ ഒരുപാടും മനസ്സിലാവാത്തത് ആ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുമ്പോൾ ബാക്കി ക്ലിയർ ആയിക്കോളും. ഇലൂസ്ട്രേഷൻ 4. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഫിക്സ്ഡ് ഓവർഹെഡ് എങ്ങനെയാണ് കോസ്റ്റിലേക്ക് വാല്യൂ ചെയ്യുന്നത്. അപ്പോൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞത് യു ആർ റിക്വയർഡ് ടു വാല്യൂ ദ ഇൻവെൻ്ററി പെർ kg ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് കൺസിസ്റ്റിംഗ് ഓഫ്. എത്ര കോസ്റ്റ് ഉണ്ട്? മെറ്റീരിയൽ കോസ്റ്റ്, ഡയറക്റ്റ് ലേബർ, അതർ വേരിയബിൾ ഓവർഹെഡ്, പിന്നെ ഫിക്സ്ഡ് പ്രൊഡക്ഷൻ ചാർജ് ഫോർ ദ ഇയർ എൻഡ് ഓൺ നോർമൽ വർക്കിംഗ് കപ്പാസിറ്റി ഓഫ് 2 lakh kg ഈസ് 20 lakh.
ഫിക്സ്ഡ് ഓവർഹെഡ് എത്ര വരുന്നത്? 20 ലാക്കാണ് ഫിക്സ്ഡ് ഓവർഹെഡ് വരുന്നത്. അപ്പോൾ ക്വസ്റ്റ്യനിൽ പറയുന്നത് ഓൺ നോർമൽ വർക്കിംഗ് കപ്പാസിറ്റിൻ്റെ മുകളിലാണ്. അപ്പോൾ ഇങ്ങനെ ആൻസർ ചെയ്യുമ്പോൾ ഇതെല്ലാം ആഡ് ചെയ്യുക. അപ്പോൾ എത്ര വരും? മെറ്റീരിയൽ, ലേബർ, വേരിയബിൾ ഓവർഹെഡ്, അതിന് പുറമെ ഫിക്സ്ഡ് ഓവർഹെഡ് ആഡ് ചെയ്യുമ്പോൾ 20/2 ലാക്ക്. ഫിക്സ്ഡ് ഓവർഹെഡ് നോർമൽ വർക്കിംഗ് കപ്പാസിറ്റിൻ്റെ മുകളിലാണ് ചെയ്യുന്നത്. ഇപ്പോൾ 10. ടോട്ടൽ എത്ര വരും? ടോട്ടൽ 242 കോസ്റ്റ് പെർ യൂണിറ്റ്. ടോട്ടൽ കോസ്റ്റ് പെർ യൂണിറ്റ് 270 പെർ കോസ്റ്റ്. ഇനി എത്ര kg ആണ് ഇവിടെ വാല്യൂ ചെയ്യാനുള്ള ഫിനിഷ്ഡ് ഗുഡ്സ്? ഇതിനെ 270ൻ്റെ മുകളിൽ വാല്യൂ ചെയ്യുമ്പോൾ എത്ര വരും? ആ ഒരു ആൻസറാണ് ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ വാല്യൂ. അങ്ങനെ ഈ ഒരു ആഴ്ചത്തെ ഇലൂസ്ട്രേഷൻ ക്വസ്റ്റ്യൻസ് ഫുള്ളും തീർന്ന്. ഇനി പ്രാക്ടിക്കൽ പ്രോബ്ലംസ് നോക്കാം. അപ്പോൾ പ്രാക്ടിക്കൽ പ്രോബ്ലം 6, ഇത് നമ്മൾ ഇലൂസ്ട്രേഷനിൽ ഡിസ്കസ് ചെയ്ത നോർമൽ അബ്നോർമലിൻ്റെ സെയിം ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ ആർക്കെങ്കിലും ക്ലിയർ ആകാത്തവരുണ്ടെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ റെഡി ആയിക്കോളും. സിമ്പിളാണ്, നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പം ക്യാപിറ്റൽ കേബിൾ ലിമിറ്റഡ് ഹാസ് എ നോർമൽ വേസ്റ്റേജ് ഓഫ് 4% ഇൻ പ്രൊഡക്ഷൻ പ്രോസസ്സ്. അപ്പം ഫസ്റ്റ് നോർമൽ എത്രയെന്ന് അബ്നോർമൽ എത്ര യൂണിറ്റ് ഉണ്ടെന്ന് ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യുക. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുമ്പോൾ 4% ഓഫ് ടോട്ടൽ ഇൻപുട്ടാണ് എന്ത് നോർമൽ വേസ്റ്റേജ് വരുന്നത്. അപ്പം ടോട്ടൽ ഇൻപുട്ട് 12,000 MT ആണ്. അതിൻ്റെ 4% വരുമ്പോൾ 480 MT ആണെന്ത് നോർമൽ വേസ്റ്റേജ് വരുന്നത്. ഇനി അബ്നോർമൽ വേസ്റ്റേജ് എത്രയാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. ടോട്ടൽ വേസ്റ്റേജ് എത്ര വരുന്നത്? അബ്നോർമൽ ലോസ് ക്വസ്റ്റ്യൻ അങ്ങനെ തരും, ഡയറക്റ്റായിട്ട് തരില്ല, നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. ടോട്ടൽ വേസ്റ്റേജ് എത്രയാണ്? ടോട്ടൽ വേസ്റ്റേജ് ആയിട്ട് വന്നത് 630 MT ആണ്. അതിൽ നോർമൽ വേസ്റ്റ് എന്നത് 480 MT എന്നാണ്. റിമൈനിങ് ആണ് അബ്നോർമൽ. റിമൈനിങ് എത്ര ഉണ്ടാവും? 150 യൂണിറ്റ് അബ്നോർമൽ വേസ്റ്റേജ് ആണ് വരുന്നത്. ഇനി ഓരോ MTക്കും എത്രയാണ് ക്വസ്റ്റ്യൻ എന്നത്? ഓരോ MTക്കും കോസ്റ്റ് പെർ യൂണിറ്റ് 150 പെർ MT ആണ്. അപ്പോൾ എന്താണ് നോർമൽ യൂണിറ്റ് എത്ര? നോർമൽ ലോസിൻ്റെ 480, അബ്നോർമൽ 150 MT. ഓരോ MTക്ക് എത്ര റുപ്യാണ് പെർ യൂണിറ്റ്? 150 പെർ യൂണിറ്റ്. ഇനി ക്വസ്റ്റ്യനിൽ എന്താണ് ചോദിച്ചത്? എക്സ്പ്ലെയിൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് AS to revise the treatment of normal and abnormal loss. Find out the amount of abnormal loss. അപ്പോൾ ഇവിടെ അബ്നോർമൽ ലോസിൻ്റെ വാല്യൂ ആണ് ഇവിടെ കാണേണ്ടത്. അപ്പോൾ അബ്നോർമൽ ലോസ് എങ്ങനെ വാല്യൂ ചെയ്യും? ക്വസ്റ്റ്യനിൽ എത്ര യൂണിറ്റാണ് അബ്നോർമൽ ലോസ് ഉള്ളത്? 150 MT ആണ് അബ്നോർമൽ ലോസ് ഉള്ളത്. അതിൻ്റെ കോസ്റ്റ് പെർ യൂണിറ്റ് കാണുമ്പോൾ എങ്ങനെ വരും? ടോട്ടൽ കോസ്റ്റ് എത്ര? ടോട്ടൽ യൂണിറ്റ് 12,000 MT ഓഫ് റോ മെറ്റീരിയൽ അല്ലേ. അപ്പോൾ ടോട്ടൽ കോസ്റ്റ് വരുമ്പോൾ 12,000 ഇൻറ്റു 150 ബൈ എത്ര യൂണിറ്റാണ്? 12,000 ബാക്കി എത്ര നോർമൽ ലോസ് പോകണ്ടേ?
നോർമൽ ആസ് ആകുമ്പോൾ എത്ര വരും? 11,520 ഇതാണ് വരിക. അപ്പോൾ ഇങ്ങനെ വാല്യൂ ചെയ്താൽ ഒരു ആൻസർ കിട്ടും. പ്രസൻറ്റേഷൻ നിങ്ങൾ ജസ്റ്റ് എക്സാം സ്റ്റഡി മെറ്റീരിയലിൽ നോക്കിയാൽ മതി, ആൻസർ ഉണ്ടായാൽ മതി. പ്രസൻറ്റേഷൻ വേണം, ശ്രദ്ധിക്കണം പ്രസൻറ്റേഷൻ ഒന്നും വേണം. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യന് എന്താ വെച്ചാൽ മിസ്റ്റർ മേവൽ ഗേസ്. ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ മാർക്ക് ചെയ്യണം. കാരണം ഇത് വെച്ചിട്ട് ഇതാണ് എല്ലാ റോ മെറ്റീരിയൽ WIP ഫിനിഷ്ഡ് ഗുഡ്സ് വാല്യൂ ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ. അത് പ്രാക്ടിക്കൽ പ്രോബ്ലം 7 ഒന്ന് മാർക്ക് ചെയ്തിട്ട് മിസ്റ്റർ രാഹുൽ ഗീവ്സ് ദ ഫോളോയിങ് ഇൻഫർമേഷൻ റിലേറ്റിംഗ് ടു ഐറ്റം ഫോമിങ് പാർട്ട് ഓഫ് ഇൻവെൻ്ററി 31st മാർച്ചിനാണ്. ഹിസ് ഫാക്ടറി പ്രൊഡ്യൂസ് പ്രൊഡക്റ്റ് എക്സ് യൂസിങ് റോ മെറ്റീരിയൽ എ. അപ്പോൾ ക്വസ്റ്റ്യൻ തീർന്നില്ല. ഇവിടെ 3 ഇൻവെൻ്ററി ഉണ്ട്. ഒന്നാമത്തത് റോ മെറ്റീരിയലാണ് പറയുന്നത്. രണ്ടാമത്തത് പാർട്ടിലി ഫിനിഷ്ഡ് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ WIP. മൂന്നാമത്തെ ഫിനിഷ്ഡ് പ്രൊഡക്റ്റ്. അപ്പോൾ ഇത് 3 പാടും വാല്യൂ ചെയ്യണം. പിന്നെ ക്വസ്റ്റ്യനിൽ തന്നത് പ്രൊഡക്റ്റ് എക്സ് അതിൻ്റെ സെല്ലിങ് പ്രൈസ്. ഇനി റോ മെറ്റീരിയലിൽ എന്തൊക്കെ തന്നത്? റോ മെറ്റീരിയലിലാകുമ്പോൾ റീപ്ലേസ്മെൻറ്റ് കോസ്റ്റ് ഉണ്ടാവുക, റീപ്ലേസ്മെൻറ്റ് കോസ്റ്റ്. പിന്നെ കോസ്റ്റ് പെർ യൂണിറ്റും. ഞാൻ ഫസ്റ്റ് തന്നെ പറഞ്ഞിനി ഈ WIPയും ഫിനിഷ്ഡ് ഗുഡ്സും വാല്യൂ ചെയ്യുമ്പോൾ കോസ്റ്റ് ഓർ NRV വിച്ച് ആർ ഈസ് ലോവർ എന്നാണ്. അതിൽ NRV എങ്ങനെ കണ്ടെത്തേണ്ടതെന്നാണ് ഒന്ന് ശ്രദ്ധിക്കേണ്ടത്. പിന്നെ റോ മെറ്റീരിയൽ വാല്യൂ ചെയ്യുമ്പോൾ അത് ഏതായിട്ട് കണക്റ്റാണ്? ഫിനിഷ്ഡ് പ്രൊഡക്റ്റായിട്ട് കണക്റ്റഡ് ആണ്. അപ്പോൾ ഞാൻ ആ ഒരു നോട്ട് ആദ്യം ഒന്നും പാടിയും നോക്കാം. വീഡിയോൻ്റെ ഫസ്റ്റ് തന്നെ ഞാൻ പറഞ്ഞിനി ഫിനിഷ്ഡ് ഗുഡ്സ് WIP വാല്യൂ ചെയ്യുമ്പോൾ ഇൻവെൻ്ററി വാല്യൂഡ് ആയിട്ട് കോസ്റ്റ് ഓർ NRV. അപ്പോൾ കോസ്റ്റ് ഓർ NRVയിലാണ് ഫിനിഷ്ഡ് ഗുഡ്സ് ഓർ WIP വാല്യൂ ചെയ്യുക. ഇതിൽ കോസ്റ്റ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കും, മിക്കവാറും തന്നിരിക്കും. പിന്നെ നമ്മൾ എങ്ങനെയാണ്ട് NRV അവിടുന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. ഇങ്ങനെ 2 ക്വസ്റ്റ്യൻ. അപ്പോൾ NRV ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് എന്താണ്? NRV ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് പറഞ്ഞാൽ എക്സ്പെക്റ്റഡ് സെല്ലിംഗ് പ്രൈസ് ആണ്. ഈ ഒരു പ്രാക്ടിക്കൽ പ്രോബ്ലത്തിൽ നമുക്ക് സെല്ലിംഗ് പ്രൈസ് തന്നാണ്, എക്സ്പെക്റ്റഡ് സെല്ലിംഗ് പ്രൈസ്. അത് തന്നെയാണ് NRV പറഞ്ഞാൽ. പിന്നെ WIPൻ്റെ അപ്പോൾ WIPൻ്റെ NRV വരുമ്പോൾ ഈ ഒരു എക്സ്പെക്റ്റഡ് സെല്ലിംഗ് പ്രൈസിൽ നിന്ന് എന്ത് ചെയ്യണം? സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസ് പിന്നെ കോസ്റ്റ് ടു കംപ്ലീറ്റ്, ഈ ഒരു 2 കോസ്റ്റ് കുറച്ചാൽ എന്താവും? WIPൻ്റെ NRV കിട്ടും. എന്തൊക്കെ കുറക്കണം? സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസും കോസ്റ്റ് ടു കംപ്ലീറ്റും. കാരണം വർക്കിംഗ് പാർട്ട്ലി ഫിനിഷ്ഡ് ഗുഡ്സ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് കുറക്കണം? കോസ്റ്റ് ടു കംപ്ലീറ്റ്. ഈ കംപ്ലീറ്റ് ആയാലാണ് എന്താവുക? ഈ ഫിനിഷ്ഡ് ഗുഡ്സ് ആവുക. അപ്പോൾ കംപ്ലീഷൻ കോസ്റ്റ് എന്താണോ അത് കുറക്കണം. പിന്നെ സെല്ലിംഗ് എക്സ്പെൻസ് കുറക്കണം. അപ്പോൾ ഇത് 2 ശ്രദ്ധിക്കുക. ഇവിടെ സെല്ലിംഗ് എക്സ്പെൻസ് ഈ ഒരു ക്വസ്റ്റ്യനിൽ വന്നത് ബ്രോക്കറേജ് ആണെന്ന്. പിന്നെ അപ്പോൾ അങ്ങനെ ഫിനിഷ്ഡ് ഗുഡ്സും WIPൻ്റെ വാല്യൂഷൻ കഴിഞ്ഞ്. ഇനി റോ മെറ്റീരിയൽ വാല്യൂ ചെയ്യുമ്പോൾ ഫസ്റ്റ് നമ്മളെ മൈൻഡിൽ വരുന്നത് അത് ഫിനിഷ്ഡ് ഗുഡ്സ് ആയിട്ട് കണക്റ്റഡ് ആയിട്ടാണ്. ഫിനിഷ്ഡ് ഗുഡ്സ് കോസ്റ്റിലാണ് വാല്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ റോ മെറ്റീരിയൽ കോസ്റ്റിൽ വാല്യൂ ചെയ്യാം, സിമ്പിളാണ്. ഇനി ഫിനിഷ്ഡ് ഗുഡ്സ് NRVയിലാണ് വാല്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ റീപ്ലേസ്മെൻറ്റ് കോസ്റ്റിൽ വാല്യൂ ചെയ്യാം. ഓക്കെ, ഇത്രേ ഉള്ളൂ. അപ്പം അങ്ങനെ ഈ ഒരു ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുകയെന്നുണ്ടെങ്കിൽ പിന്നെ ഈ ഒരു ആസ് എന്തുമല്ല, സിമ്പിൾ ആസാണ്.
അപ്പോൾ ഇതെങ്ങനെ ഈ ഒരു ആൻസർ എങ്ങനെ വരുന്നത് നോക്കാം നമുക്ക്. ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ വരുമ്പോൾ ഫസ്റ്റ് നമ്മൾ ക്വസ്റ്റ്യൻ എന്നത് റോ മെറ്റീരിയലിൻ്റെ വാല്യൂ ആണ്. റോ മെറ്റീരിയൽ വാല്യൂ ചെയ്യണതാണ് ഫസ്റ്റത്തെ. അപ്പോൾ റോ മെറ്റീരിയൽ വാല്യൂ ചെയ്യണതിന് മുമ്പ് അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം ഫിനിഷ്ഡ് ഗുഡ്സ് വാല്യൂ ചെയ്ത് നോക്കണം. അപ്പോൾ റോ മെറ്റീരിയലിനെ ലാസ്റ്റ് ആയിട്ട് ചെയ്യാം. അപ്പോൾ ഫിനിഷ്ഡ് ഗുഡ്സ് എങ്ങനെ വാല്യൂ ചെയ്യണം നോക്കാം. ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ കോസ്റ്റ് എത്രയാണ്? കോസ്റ്റ് ഓർ NRV അല്ലേ ഫിനിഷ്ഡ് ഗുഡ്സും പാർട്ട്ലി ഫിനിഷ്ഡ് ഗുഡ്സും വാല്യൂ ചെയ്യണത്. അപ്പം കോസ്റ്റ് നമ്മൾ കണ്ടെത്തി 320 പെർ യൂണിറ്റാണ് കോസ്റ്റ് ക്വസ്റ്റ്യനിൽ തന്നത്. ഇനിയോ NRV എങ്ങനെ ഡിറ്റർമൈൻ ചെയ്യുക? എക്സ്പെക്റ്റഡ് സെല്ലിംഗ് പ്രൈസ് തന്നെ അല്ല NRV പറഞ്ഞാൽ, അതും ക്വസ്റ്റ്യനിൽ തന്നത്. അപ്പോൾ വിച്ച് ആർ ഈസ് ലോവർ എത്രയാണ്? വിച്ച് ആർ ഈസ് ലോവർ NRVയിലാണ് NRV ഓർ കോസ്റ്റ് 320 പെർ യൂണിറ്റ് ആണ്. NRV 300 പെർ യൂണിറ്റ് ആണ്. അപ്പോൾ അതിൻ്റെ ലോവർ തന്നെ ഏതാണ്? ഇതല്ലേ ഫിനിഷ്ഡ് ഗുഡ്സ്. NRVയിലല്ല വാല്യൂ ചെയ്തിരിക്കണേ. ഇത് NRV എക്സ്പെക്റ്റഡ് സെല്ലിംഗ് പ്രൈസ്. ക്വസ്റ്റനിൽ കോസ്റ്റ് ഇതായിട്ട് തന്നാണ്. അപ്പോൾ ഫിനിഷ്ഡ് ഗുഡ്സ് വാല്യൂ ചെയ്തത് NRVയിലാണ്. അങ്ങനെയാണെങ്കിൽ റോ മെറ്റീരിയൽ അതിൽ വാല്യൂ ചെയ്യും, റീപ്ലേസ്മെൻറ്റ് കോസ്റ്റിൽ വാല്യൂ ചെയ്യും. അത്രേ ഉള്ളൂ. ഇനി ഫിനിഷ്ഡ് ഗുഡ്സ് വാല്യൂ ചെയ്യുന്നത് കോസ്റ്റിലാണെങ്കിലോ റോ മെറ്റീരിയൽ കോസ്റ്റിൽ വാല്യൂ ചെയ്യും. അപ്പോൾ അത് രണ്ടായി. ഫിനിഷ്ഡ് ഗുഡ്സ് റെഡിയായി, ഏത് റോ മെറ്റീരിയൽ റെഡിയായി. ഇനി ഏതാണ് പാർട്ടിൽ ഫിനിഷ്ഡ് ഗുഡ്സ്. WIP ഏതിലാണ് വാല്യൂ ചെയ്യൽ? കോസ്റ്റ് ഓർ NRVയിലല്ലേ. ക്വസ്റ്റ്യനിൽ എന്താ വന്നത്? ക്വസ്റ്റ്യനിൽ കോസ്റ്റ് ക്വസ്റ്റ്യനിൽ തന്നാണ്, ഇതല്ലേ കോസ്റ്റ്. അപ്പം കോസ്റ്റ് ആയി. ഇനി എന്താ NRV നമ്മളെ കണ്ടെത്തണം. NRV കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? NRV ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ എക്സ്പെക്റ്റഡ് സെല്ലിംഗ് പ്രൈസിന് എന്തൊക്കെ കുറക്കണം? ക്വസ്റ്റ്യൻ എന്തൊക്കെയാണ് ഉള്ളത്? അഡീഷണൽ കോസ്റ്റ് ഓഫ് കംപ്ലീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതല്ലേ അഡീഷണൽ കോസ്റ്റ് ഫിനിഷ്ഡ് ഗുഡ്സ് നിന്ന് WIPയിൽ നിന്ന് ഫിനിഷ്ഡ് ഗുഡ്സിലേക്ക് ആവാനുള്ള കോസ്റ്റ് അത് കുറക്കുക. എത്ര വരും? 300 മൈനസ് എത്രയാണ് ആ കോസ്റ്റ്? അപ്പോൾ 240. ഇതാണ് NRV ഓഫ് പാർട്ടിലി ഫിനിഷ്ഡ് ഗുഡ്സ്. അപ്പോൾ കോസ്റ്റ് 260 പെർ യൂണിറ്റും NRV 240 ആയി. അപ്പോൾ വിച്ച് ആർ ഈസ് ലോവർ എത്രയാണ്? 240 NRVയിൽ. അപ്പോൾ ഇങ്ങനെയാണ് വാല്യൂ ചെയ്യേണ്ടത്. ഇവിടെ റോ മെറ്റീരിയൽ 90ൽ, റീപ്ലേസ്മെൻറ്റിൽ, NRVയിൽ 240. ഈ 240 കിട്ടി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എക്സ്പെക്റ്റഡ് സെല്ലിംഗ് പ്രൈസിൽ നിന്ന് കോസ്റ്റ് ടു കംപ്ലീറ്റ് അത് കുറച്ചപ്പോൾ കിട്ടുന്നതാണ് എന്ത്? 360 കുറച്ചപ്പോൾ ഇതാണ് എന്ത്? 240 എന്നത്. എന്നിട്ട് 240യും കോസ്റ്റ് ഇൻചാർജ് ലോവർ ചെയ്യുമ്പോൾ എന്തായി? അപ്പോൾ ഇതാണ് NRVയിലാണ് എന്ത് പാർട്ടിൽ ഫിനിഷ്ഡ് ഗുഡ്സ് വാല്യൂ ചെയ്യുന്നത്. രണ്ടാമത്തേതോ കോസ്റ്റ് ക്വസ്റ്റ്യനിൽ തന്നത് 320. NRV ആയിട്ട് എക്സ്പെക്റ്റഡ് സെല്ലിംഗ് പ്രൈസ് 300 പെർ യൂണിറ്റ്. അപ്പോൾ വിച്ച് ആർ ഈസ് ലോവർ എത്രയാണ്? 300. എന്നിട്ട് ഓരോന്ന് യൂണിറ്റ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്താണ്? ആഡ് ചെയ്താൽ ഇത് കിട്ടും. റോ മെറ്റീരിയൽ പ്രൊഡക്റ്റ് എക്സിൻ്റെ ഇത് കിട്ടും. പ്രസൻറ്റേഷൻ നിങ്ങളൊന്നും നോക്കിയാൽ മതി ക്വസ്റ്റ്യനിൽ. അല്ല ആൻസർ സ്റ്റഡി മെറ്റീരിയൽ പ്രസൻറ്റേഷൻ പാടി ഫോക്കസ് എടുക്കുമ്പോൾ വീഡിയോ ഓവർ ലെങ്തി ആവും. മാക്സിമം ഞാൻ ഒഴിവാക്കാണ്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ അല്ല 8ാമത്തെ പ്രാക്ടിക്കൽ പ്രോബ്ലം. ഓൺ 31st March 2000
21. A business firm find that cost of partly finished goods. അപ്പോൾ ഇതെന്താണ് നേരത്തെ ഈ പാർട്ടിലി ഫിനിഷ്ഡ് ഗുഡ്സിനെ മനസ്സിലാത്തോളി ഈ ഒരു ക്വസ്റ്റ്യനുമായിട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ കോസ്റ്റ് ഓഫ് പാർട്ട്ലി ഫിനിഷ്ഡ് ഗുഡ്സ് WIP ഓൺ ദാറ്റ് ഡേറ്റ് ഈസ്, വില കോസ്റ്റാണ് തന്നത്. അപ്പം കോസ്റ്റ് ഓഫ് NRV, കോസ്റ്റ് ഓർ NRV അതിലല്ലേ WIP വാല്യൂ ചെയ്യൽ. അപ്പം കോസ്റ്റ് ക്വസ്റ്റ്യൻ തന്ന് 530. ഇനി NRV ആണ് നമ്മൾ കണ്ടെത്തേണ്ടത്. NRV കണ്ടെത്താൻ എന്തൊക്കെ തന്നതിന് ക്വസ്റ്റ്യനിൽ അഡീഷണൽ എക്സ്പെൻഡിച്ചർ ഓഫ് 310 എന്ന് പറഞ്ഞാൽ ഫർദർ കംപ്ലീഷൻ കോസ്റ്റ്. ദ ഫിനിഷ്ഡ് യൂണിറ്റ് ക്യാൻ ബി സോൾഡ് ഫോർ, ഇതാണെന്ത് സെല്ലിംഗ് പ്രൈസ്, എക്സ്പെക്റ്റഡ് സെല്ലിംഗ് പ്രൈസ്. പിന്നെന്താണ് ബ്രോക്കറേജ്. The firm seeks your advice regarding amount which the unfinished unit should be valued at margin. Preparation of final account assume that the partly finished cannot be sold in same finish and NRV is 0 without processing it further. അപ്പോൾ ഇവിടെ കോസ്റ്റ് തന്നാണ്. ഇനി എന്താണ് തരാത്തത്? NRV നമ്മൾ കണ്ടെത്തണം. NRV കണ്ടെത്താൻ NRV എങ്ങനെയാണ് കണ്ടെത്തുക? ഫിനിഷ് സെല്ലിംഗ് പ്രൈസ്, എക്സ്പെക്റ്റഡ് സെല്ലിംഗ് പ്രൈസിന് എന്തൊക്കെ കോസ്റ്റുകൾ കൊടുക്കണം? ഫർദർ കംപ്ലീഷൻ കോസ്റ്റും അല്ല സെല്ലിംഗ് എക്സ്പെൻസും ഫർദർ കംപ്ലീഷൻ കോസ്റ്റും കുറച്ചാൽ എന്തായി? NRV ഓഫ് പാർട്ട്ലി ഫിനിഷ്ഡ് ഗുഡ്സ് ആയി. ചെയ്തുതരാം. അപ്പോൾ കോസ്റ്റ് ക്വസ്റ്റ്യനിൽ തന്നാണ്, അത് നമ്മൾ കണ്ടെത്തേണ്ട ആവശ്യമില്ല. 530. ഇനി NRVക്ക് വരുമ്പോൾ എത്രയാണ്? എക്സ്പെക്റ്റഡ് സെല്ലിംഗ് പ്രൈസ്. ഇതിപ്പോൾ പാർട്ട്ലി ഫിനിഷ്ഡ് ഗുഡ്സ് ആയതുകൊണ്ടാണ് നമ്മൾ ഇതാക്കുന്നത് WIP. ഇനിയിപ്പോൾ ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ NRV ചോദിക്കുകയാണെങ്കിലോ ഈ എക്സ്പെക്റ്റഡ് സെല്ലിംഗ് പ്രൈസിന് നമ്മൾ എന്തും കാട്ടണ്ട, എക്സ്പെക്റ്റഡ് സെല്ലിംഗ് പ്രൈസ് തന്നെ. പാർട്ട്ലി ഫിനിഷ്ഡ് ഗുഡ്സ് ആയതുകൊണ്ട് ഇനി എന്തൊക്കെ കുറക്കണം? 4% ബ്രോക്കറേജ്, സെല്ലിംഗ് എക്സ്പെൻസ് ആണല്ലോ, 4% ബ്രോക്കറേജ് കുറക്കുക. അപ്പോൾ 750ൻ്റെ 4% വരുമ്പോൾ 30. പിന്നെ ക്വസ്റ്റ്യനിൽ ഫർദർ കംപ്ലീഷൻ കോസ്റ്റ് എത്രയാണ്? 300 അല്ലേ? 310. മൊത്തം എത്ര എന്തായി? മൊത്തം വന്നത് 410 അല്ലേ? അങ്ങനല്ലല്ലോ, 410. അപ്പോൾ NRV കിട്ടി. NRV 410, കോസ്റ്റ് 530. അപ്പോൾ വിച്ച് ആർ ഈസ് ലോവർ ഏതാണ്? ഇതല്ല വിച്ച് ആർ ഈസ് ലോവർ, അതിൻ്റെ മുകളിൽ വാല്യൂ ചെയ്യാം. ആണ്. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യനും ഈ ഒരു എല്ലാ ക്വസ്റ്റ്യനും നമ്മൾ ഡിസ്കസ് ചെയ്തിന്. ഇലൂസ്ട്രേഷന്, പ്രാക്ടിക്കൽ പ്രോബ്ലംസ് എല്ലാ ക്വസ്റ്റ്യനും നമ്മൾ കവർ ചെയ്തിന്. ഫസ്റ്റ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഈ ഒരു എന്താ പറയണതെന്നൊരു തിയറി നോട്ട് വെച്ചിട്ട് ഡിസ്കസ് ചെയ്ത്, അതിനുശേഷം ഇന്ന് വരുന്ന എല്ലാ ക്വസ്റ്റ്യനും കവർ ചെയ്ത്. അപ്പോൾ ക്വസ്റ്റ്യൻ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു നോർമൽ ലോസ്, അബ്നോർമൽ ലോസിൻ്റെ ഒരു ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻ കാണുന്നുണ്ട്. നിങ്ങൾക്ക് തന്നെ ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും അങ്ങനെ തന്നെ വരുന്നുണ്ട് എന്ന് അറിയാം. പിന്നെ വരുന്നത് ഒരു റോ മെറ്റീരിയൽ, WIP, ഫിനിഷ്ഡ് ഗുഡ്സ് എങ്ങനെ വാല്യുവേഷന്, അതാണ് നല്ലൊരു ക്വസ്റ്റ്യന്. എൻ്റെ അഭിപ്രായത്തിൽ അത് നിങ്ങൾ എന്തായാലും പഠിക്കണം. അത് പഠിച്ചാൽ ഈ ഒരു സിമ്പിളാണ്. അതാണ് പഠിച്ചിരിക്കേണ്ടത്. എങ്ങനെയാണ് വാല്യൂ ചെയ്യുക റോ മെറ്റീരിയൽ, പാർട്ട്ലി ഫിനിഷ്ഡ് ഗുഡ്സ്. അപ്പോൾ NRV നോക്കണം, WIPയും ഫിനിഷ്ഡ് ഗുഡ്സും വാല്യൂ ചെയ്യണത് NRVയിലാണെങ്കിൽ റോ മെറ്റീരിയൽ ഏതായിട്ട് കണക്റ്റഡ് ആണ്? ഫിനിഷ്ഡ് ഗുഡ്സ് ആയിട്ട് കണക്റ്റഡ് ആണ്. അപ്പോൾ ഫിനിഷ്ഡ് ഗുഡ്സ് കോസ്റ്റിലാണ് വാല്യൂ ചെയ്യുന്നതെങ്കിൽ റോ മെറ്റീരിയൽ കോസ്റ്റിൽ വാല്യൂ ചെയ്യും.
ഇനി ഫിനിഷ്ഡ് ഗുഡ്സ് NRVയിലാണെന്നുണ്ടെങ്കിൽ റീപ്ലേസ്മെൻറ്റ് കോസ്റ്റിൽ വാല്യൂ ചെയ്യുക. അപ്പം അങ്ങനെയല്ല കേട്ടോ, ഇതിന് പ്രസൻറ്റ് ചെയ്യണത് രീതിയിൽ എങ്ങനെ സംഗതി ഞാൻ പറഞ്ഞത് ശരിയാണ്. പക്ഷേ പ്രസൻറ്റ് ചെയ്യണ റോ മെറ്റീരിയലിൻ്റെ പ്രസൻറ്റേഷൻ വരുമ്പോൾ ഒന്ന് സ്റ്റഡി മെറ്റീരിയൽ നോക്കി, ഞാൻ പെട്ടെന്ന് മനസ്സിലാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ ഇത്രയുള്ള ആസ്, സിമ്പിളാണ് ആസ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ ഒരു ആസുമായിട്ട്